നമസ്കാരം. കേരളത്തിലെ സർക്കാർ ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജനക്ഷേമമോ സാമ്പത്തിക ബാധ്യതയോ? പ്രിയദർശിനി പദ്ധതിക്ക് മുന്നിലെ വലിയ പരീക്ഷണം തീർന്നിട്ടില്ല എന്ന് പുതിയ റിപ്പോർട്ടുകൾ. കേരളത്തിന്റെ പൊതുഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായമാണ് പ്രിയദർശിനി പദ്ധതി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിനും KSRTCയുടെ ഓർഡിനറി സർവീസുകളിൽ സൗജന്യ യാത്ര അനുവദിച്ച സർക്കാർ തീരുമാനം സാമൂഹികമായി വലിയ സ്വീകാര്യത നേടുമ്പോൾ സാമ്പത്തികമായും ഭരണപരമായും അതിനു മുന്നിൽ നിരവധി വെല്ലുവിളികളും ഉയരുകയാണ്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നപ്പോൾ KSRTC തൊഴിലാളികൾക്ക് ജോലിഭാരം കൂടിയെന്നും പരാതി ഉയരുന്നുണ്ട്. എന്നാൽ ജോലിഭാരം കൂടിയെങ്കിലും സീറോ ടിക്കറ്റിനും കളക്ഷൻ ബത്ത കിട്ടുമെന്നാണ് സർക്കാർ പറയുന്നത്. ദിവസം 150 മുതൽ 200 രൂപ ലഭിച്ചിരുന്നവർക്ക് ഇപ്പോൾ 300 രൂപ വരെയാണ് ബത്ത. സൗജന്യ യാത്ര നടത്തുന്ന സ്ത്രീകളുടെ ടിക്കറ്റ് നിരക്ക് കൂടി കണക്കാക്കിയാണ് കളക്ഷൻ ബത്ത നൽകുന്നത്. സ്ത്രീകൾക്ക് നൽകുന്ന ടിക്കറ്റിൽ അവർ യാത്ര ചെയ്യുന്ന സ്ഥലവും യാത്രാ നിരക്കും കാണിച്ചാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. നൽകേണ്ട തുക പൂജ്യമായി കാണിക്കുന്നുണ്ടെങ്കിലും സാധാരണ ടിക്കറ്റിലെ മറ്റു വിവരങ്ങളെല്ലാം ഇതിലുണ്ട്. 2 ആഴ്ചയിൽ ഒരിക്കലാണ് തൊഴിലാളികൾക്ക് കളക്ഷൻ ബത്ത നൽകുന്നത്. പദ്ധതി തുടങ്ങിയ ശേഷമുള്ള ബത്ത അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. ആകെ കളക്ഷൻ 14,000 രൂപയ്ക്ക് മുകളിലായാൽ ഡ്രൈവർക്കും കണ്ടക്ടർക്കും 1% വീതമാണ് ബത്ത. കൊല്ലം, പത്തനംതിട്ട പോലുള്ള പ്രധാന ചെയിൻ സർവീസുകളിൽ പ്രതിദിന കളക്ഷൻ 30,000-ലേക്ക് ഉയർന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഒരു ദിവസം 3 ടിക്കറ്റ് റോൾ മാത്രം ഉപയോഗിച്ചിരുന്ന ബസ്സുകളിൽ 5 എണ്ണമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പരമാവധി 750 ടിക്കറ്റ് വിറ്റിരുന്ന ബസ്സുകളിൽ ദിവസം 1,400-ലേറെ ടിക്കറ്റ് ഇപ്പോൾ വിൽക്കുന്നുണ്ട്. കൂടുതൽ ബത്ത ലഭിക്കുമെങ്കിലും ഇത്തരം റൂട്ടുകളിൽ ജോലിഭാരം താങ്ങാനാവുന്നില്ല എന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട്. സൗജന്യ യാത്രാ പദ്ധതി 10 ദിവസം പിന്നിട്ടപ്പോൾ ഓർഡിനറി ബസ്സുകളിലെ 4-ൽ 3 യാത്രക്കാരും സ്ത്രീകളായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ആകെ യാത്രക്കാരുടെ 70-75% സ്ത്രീകളാണ്. ഓരോ ദിവസവും ഇത് കൂടി വരുന്നുമുണ്ട്. പല പ്രധാന ചെയിൻ സർവീസുകളിലും 70-75% സീറോ ടിക്കറ്റ് ആണ്. പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് ഓർഡിനറി സർവീസുകളിൽ പ്രതിദിനം ശരാശരി 7.25 ലക്ഷം സ്ത്രീകളാണ് ഉണ്ടായിരുന്നത്. പദ്ധതി തുടങ്ങി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് 11.84 ലക്ഷമായി ഉയർന്നു. 3-ാം ദിവസം മുതൽ ഓർഡിനറിയിലെ യാത്രക്കാരിൽ 64% സ്ത്രീകളായി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് ഇത് 70% കടന്നത്. അതേസമയം ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളിലെ ടിക്കറ്റ് വരുമാനം 10% വരെ കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ദൂരത്തേക്കുള്ള യാത്രയ്ക്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളെ ആശ്രയിച്ചിരുന്ന സ്ത്രീകൾ യാത്ര ഓർഡിനറിയിലേക്ക് മാറ്റിയതാണ് പ്രധാന കാരണം. പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വർദ്ധിക്കുമെന്നതാണ്. ദിവസേന യാത്രയ്ക്കായി ചെലവാകുന്ന തുക ലാഭിക്കുന്നതിലൂടെ തൊഴിൽ, വിദ്യാഭ്യാസം, ചികിത്സ, ചെറുകിട വ്യാപാരം തുടങ്ങിയ മേഖലകളിലേക്ക് കൂടുതൽ സ്ത്രീകൾ എത്തുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. പൊതുഗതാഗത ഉപയോഗം വർദ്ധിക്കുന്നതിലൂടെ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത് കുറയാനും സാധ്യതയുണ്ട്. വിവിധ പഠനങ്ങളും മറ്റു സംസ്ഥാനങ്ങളിലെ അനുഭവങ്ങളും ഇത്തരം പദ്ധതികൾ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം ഉയർത്താൻ സഹായിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ മറുവശത്ത് വലിയ സാമ്പത്തിക ചോദ്യങ്ങളുമുണ്ട്. പ്രതിവർഷം 100 കണക്കിന് കോടി രൂപയുടെ വരുമാന നഷ്ടം സർക്കാർ നികത്തേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. ഇതിനകം സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന KSRTCക്ക് നഷ്ടപരിഹാരം കൃത്യസമയത്ത് ലഭിച്ചില്ല എങ്കിൽ ശമ്പള വിതരണം, ഇന്ധന ചെലവ്, സർവീസ് വിപുലീകരണം എന്നിവ വീണ്ടും പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ട്. യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ബസ്സുകളും ജീവനക്കാരും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കേണ്ടതും സർക്കാരിന് വെല്ലുവിളിയാണ്. സ്വകാര്യ ബസ് മേഖലയിലും ഈ പദ്ധതി സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. ഓർഡിനറി റൂട്ടുകളിൽ യാത്രക്കാർ KSRTCയിലേക്ക് മാറിയാൽ സ്വകാര്യ ഓപ്പറേറ്റർമാരുടെ വരുമാനം കുറയുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ചില അതിർത്തി റൂട്ടുകളിൽ സർക്കാർ ഗതാഗത സ്ഥാപനങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. സൗജന്യ യാത്രാ പദ്ധതി വന്നതോടെ സമാന്തര സർവീസുകൾക്ക് പൂട്ടുവീണു. ഇത്തരം സർവീസുകളിലൂടെ പ്രതിദിനം 60 ലക്ഷം രൂപയുടെ വരുമാന നഷ്ടം ഉണ്ടാകുന്നതായാണ് KSRTC കണക്കാക്കിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് പ്രധാനമായും സമാന്തര സർവീസ് ഉണ്ടായിരുന്നത്. സംസ്ഥാനത്താകെ 1,200 വാഹനങ്ങൾ സമാന്തര സർവീസ് നടത്തുന്നുണ്ടെന്നും ഓരോന്നിനും ശരാശരി 5,000 രൂപ വരുമാനം ഉണ്ടായിരുന്നുവെന്നും കാട്ടിയുള്ള റിപ്പോർട്ട് വിജിലൻസ് വിഭാഗം നേരത്തെ മാനേജ്മെന്റിന് കൈമാറിയിരുന്നു. പ്രിയദർശിനി പദ്ധതിയുടെ വിജയം സൗജന്യ ടിക്കറ്റുകളുടെ എണ്ണത്തിലല്ല, മറിച്ച് സ്ത്രീകളുടെ ജീവിത നിലവാരം എത്രത്തോളം മെച്ചപ്പെട്ടു, KSRTCയുടെ സാമ്പത്തികാരോഗ്യം എങ്ങനെ സംരക്ഷിക്കപ്പെട്ടു എന്നതിലായിരിക്കും. ജനക്ഷേമവും ധനകാര്യ അച്ചടക്കവും ഒരുപോലെ സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയുമോ എന്നതാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്.